ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു പ്രോയ്സ് ആൻഡ് ഗെയിമിംഗ്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ആയിട്ടാണ്. ആൻഡ് ഈ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ തന്നെ കളിക്കാമെന്ന് വെച്ചാൽ ആൻഡ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലെ ബസ് സിമുലേറ്റർ ഇന്ത്യൻ്റെ മാതിരി തന്നെ ആ ടെർമിനൽ ആൻഡ് സ്ട്രീറ്റ് എന്നുള്ള ആ സംഭവം വന്നിട്ടുണ്ട് എന്നുള്ള എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എനിക്കത് ആദ്യം തീരെ മനസ്സിലായിരിക്കുന്നത്. ഇപ്പോൾ അത് ഇതിനും വന്നിട്ടുണ്ട്. രണ്ട് ഗെയിമിലും കൂടി ഒന്ന് അപ്ഡേറ്റ് ആണ് മറ്റേ ബസ് സിമുലേറ്റർ ഇന്ത്യ ഇറങ്ങിയപ്പോൾ. അതിന് നമ്മളൊന്ന് എടുത്തിരിക്കുന്ന വണ്ടി ഒക്കെ അറിയാലോ, നമ്മളെ കൊമ്പനാണ് നമ്മളൊന്ന് എടുത്തിരിക്കുന്നത്. ഇതെടുത്ത് നമ്മൾ KSRTC കുറേ റേസ് വെക്കാൻ പോകും. എന്തോ പോയല്ലോ, എന്തോ പോകും. ഓ വൈപ്പർ ഇങ്ങനെ ഇരിക്കും. അത് പൊളിച്ചിട്ടോ, എന്താ പോയത്? അയ്യോ, എന്തോന്ന് പോയല്ലോ. ഓ കൊമ്പൻ ഇതിൻ്റെ മേലുള്ള ഷാഡോ പോയി. അത് ലേറ്റാണ്. ഓ അത് ലേറ്റാണ് കഴിച്ചത്. അത് കാണും പോരുത്. അപ്പം വൈപ്പർ ഇട്ടാലോ? വണ്ടി വൈപ്പർ ഇല്ലേ? ഓ വൈപ്പർ ഓണാവണമെങ്കിൽ 2 ഓഫാക്കിയിടണം. അല്ല വൈപ്പർ ഓണാവണമെങ്കിൽ 2 ഓണാക്കിയിടണം. അത് വിളിച്ചിട്ട് ഇതൊക്കെ ഗൈസ് വൈപ്പർ എന്തിനാ പിന്നെ നിൽക്കണം. വൈപ്പർ ഇടുമ്പോൾ വേറൊരു സാധനം ഇവിടെ തിരിയുണ്ട്. നിൽക്കണം, ഇവിടെ കാണണ്ട. നമ്മളെ സ്ക്രീനിൻ്റെ ഇവിടെ ഒരു ലേസറിൻ്റെ സാധനം അത് തിരിഞ്ഞടിക്കും. നമുക്ക് മേലെ വൈപ്പർ ഇങ്ങനെ വെച്ച് പോവാം. ആണേ അതല്ല ഗൈസ്, ഗിയർ ഷിഫ്റ്റിൻ്റെ മാറ്റുന്ന റെഡിയാക്കി കേട്ടോ. അതാണ് എനിക്ക് ആ പ്ലസ് മൈനസ് ഇല്ലേ, അതാണ് എൻ്റെ ഒരു ലാഗ് അടിക്കുന്നില്ല. കൊമ്പമ്പ സാധനം ഉണ്ടാവും. ലാഗടിക്കില്ല. എപ്പോൾ റെഡിയാവും ഗൈസ്? ആ തുടക്കത്തിലേ ഉണ്ടാവും. പക്ഷേ സൗണ്ടൊന്നും കേൾക്കണില്ല. ഇതെന്താ ലാഗടിക്കുന്നു? ലാഗ് ഇപ്പം റെഡിയാവും. ഫസ്റ്റ് ഇയർ അയ്യോ ഇപ്പം ഇടിച്ച് പൊളിച്ച് ഞാൻ ഫോർച്യൂണറിന് ലാഗൊക്കെ സഹിക്കാം. ഇതൊന്ന് യൂട്ടാണെന്തോ. ഇതെന്താ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ വൈപ്പർമേൽ നീറ്റത്തുന്നത്? ഇപ്പം ഇടിച്ച് പൊളിച്ചില്ല. അത് ഓറിക്കാരൻ ഇടക്കുമോനെ വെയിറ്റാക്കി നമ്മളെടുത്തട്ടെ. ഏട്ടച്ചതെന്താ റെഡി. ഇങ്ങനെ പോവാൻ നമുക്ക് പോയി കുറച്ച് ഈ വീഡിയോ വലിയ ലെങ്ത് ഉണ്ടാവില്ല. 5 മിനിറ്റ് 6 മിനിറ്റ് ഉണ്ടാവുള്ളൂ മാക്സിമം പോയി. ഇതെന്താ ലാഗ് അടിച്ചിട്ട് എന്താ റെഡിയാക്കുക കഴിച്ച് ഞാൻ റെഡി ആക്കിക്കൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഉണ്ടാവും. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ ഉണ്ടാവില്ല. ഞാൻ ബാക്കിയാണ് കയറിൻ്റെ വന്ന് കയറടൂ. ഇതിവിടെ കൂടെ അത് കയറണത് എടാ വണ്ടി അസ്ഥികൂടത്തിൻ്റെ തലൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോണത്. ഇതാണ് കഴിച്ച് മോഡിൻ്റെ പ്രശ്നം. ഡോറ് കൂട്ടിയാലും എന്താ വിളിക്കുക, ഡോറൊക്കെ ഒന്നും വീട്ടില്ല. ഡോറൊക്കെ ആവശ്യം സെക്കൻഡ് ഗിയർ അല്ലെങ്കിൽ ലാഗ് അതിൻ്റെ ഇടയിൽ കൂടെ ആണ് അത് അടുത്ത്. ഇതൊന്ന് വെയിറ്റ് ആക്കറോ? നിങ്ങൾക്കൊക്കെ എത്ര തിരക്ക്. ബിരിയാണി എടുക്കണ്ടോ? എന്താണ് വണ്ടി കയറാം? RPM മീറ്ററോടെ RPM കാണാൻ ഗിയർ
ഫിനാൻസ് കളിച്ച് പോകണ്ടി വെയിറ്റ് ഇട്ടല്ലോ, ഇട്ടിട്ടുന്നല്ലേ ഓൾറെഡി. അതിൻ്റെ പുറത്തത്തെ വ്യൂ നോക്കട്ടെ. വ്യൂ നോക്കി അവസാനം വ്യൂമെൻ്റ് ആവാണ്. പുറത്തിറങ്ങുമ്പോൾ വലിയ ലാഗില്ല. പിന്നെ ഇതെന്ത് സിറ്റി ബസ് ഉള്ള കാണുന്ന എല്ലാ സ്റ്റോപ്പിലൊന്നും ഞാൻ നിർത്തൂട്ടോ ഗൈസ്. സിറ്റി ബസ് അല്ലേ എല്ലാ സ്റ്റോപ്പിലും ഇങ്ങനെ നിർത്താൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ടാങ്ക് സ്റ്റാർസ് എന്നാണ് ഗെയിമിൻ്റെ പേര്. ആൻഡ് ഞാൻ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. പവർ ഹൗസ് പ്രോയിസം ഗെയിമിംഗ്, പ്രോയിസം മാത്രമേ ചെയ്യാറുള്ളൂ. പ്രോ ഡ്രൈവേഴ്സ്, അതാണ് പ്രോയിസം ഗെയിമിംഗ്. ആൻഡ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് വീഡിയോ ആയിരിക്കും ഗൈസ്, സസ്പെൻസ് വീഡിയോ ആയിരിക്കും. കാരണം അടുത്ത വീഡിയോ എന്താ ഗിയർ മാറ്റി കാരണം വെച്ചാൽ മഴയുണ്ട് ഗൈസ്, ഇന്ത്യ റിവ്യൂ തന്നെയാണ്. അടുത്ത വീഡിയോയിൽ ഞാനൊരു പുതിയ ഗെയിം പരിചയപ്പെടുത്തി തരാം. ആ ഗെയിം കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങൾക്ക് അറിയേണ്ടത് പല ആൾക്കാർ പറയുന്ന ഗെയിം അത്യാവശ്യം ഒരു ഓപ്പൺ വേൾഡ് ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഹൈപ്പറിനൊന്നും ആവശ്യമില്ലല്ലോ, ഓപ്പൺ വേൾഡ് ഗെയിമാണ്. അപ്പോൾ ആ ഗെയിമിൽ നമുക്ക് പുതിയ വീട് വാങ്ങാം, നമുക്ക് ഈ കാറ് വാങ്ങാം. അതിന് ഗെയിം ഞാനിപ്പോൾ പറയണില്ല, ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ആ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അങ്ങനെ പുതിയ ഗെയിംസിൻ്റെ ഐഡിയാസൊക്കെ നമ്മളെ കൊണ്ടുതന്നെയുള്ളൂ ഗൈസ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് നമ്മൾ വലുതാക്കാനാണ് നമ്മൾ ആകെയുള്ള ലക്ഷ്യം. അയ്യോ നമ്മളെല്ലാ ഗെയിമും ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്യണമുണ്ട് ഗൈസ്. ഇങ്ങനെ ഗെയിം പ്ലേ വീഡിയോ അല്ല, ഇതൊരു ഗെയിം പ്ലേ വീഡിയോ അല്ല. കാരണം ഞാൻ വെറുതെ റിവ്യൂ നോക്കണം. ഞാൻ ബസ്സിനോട് ഇന്തോനേഷ്യൻ്റെ റിവ്യൂ നോക്കിയില്ലല്ലോ. എന്നിട്ട് ഇന്തോനേഷ്യ ഇപ്പോൾ അപ്ഡേറ്റ് ഒക്കെ വന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. ഇന്ത്യൻ്റെ റിവ്യൂ ഗെയിം പ്ലേ രണ്ടും ഇട്ടതാണ്. പക്ഷേ ഇന്തോനേഷ്യൻ്റെ ഗെയിം പ്ലേ നടത്തുള്ളൂ, റിവ്യൂ ഇല്ല. ഇന്തോനേഷ്യൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്, അങ്ങനെ പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ബൈ. അടുത്തൊരു സസ്പെൻസ് ആരും മിസ് ചെയ്യരുത്. ഓക്കെ, ടേക്ക് കെയർ.